ഹായ്, വെൽക്കം ബാക്ക് ടു വാഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. ഹലോ ഗൈസ്, ആദ്യമായിട്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം. വാഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സിൻ്റെ വകയായിട്ട് നമുക്ക് ഓണത്തിൻ്റെ കാഴ്ചകളായിട്ട് നോക്കാം. ട്രിവാൻഡ്രത്തിലെ കാഴ്ചകളും ഞങ്ങളുടെ വീട്ടിലുള്ള ഓണാഘോഷവും, അതും എൻ്റെ ആദ്യത്തെ വിഭാഗം കഴിഞ്ഞിട്ടുള്ള ഓണാഘോഷം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നോക്കാം. അങ്ങനെ ആദ്യമായിട്ട് തന്നെ പള്ളിച്ചൽ കർഷകരോടൊപ്പം തന്നെ അവരുടെ പൂന്തോട്ടം കാണാനാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. അവിടെ നിന്ന് ഞങ്ങൾ തന്നെ തുടക്കം കുറിച്ച് അങ്ങനെ ഓരോ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ തലസ്ഥാനം പുലിക്കളിയിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. ഓണാഘോഷം വളരെ ഗംഭീരമായിട്ട് കനകക്കുന്നിൽ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ തിരുവോണത്തിൻ്റെ തലേന്ന് വീട്ടിലെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകളെല്ലാം. അതും എൻ്റെ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ എന്തായാലും ഉഷാറാക്കണ്ടേ. അമ്മ അവിടെ കോലയിടാൻ തുടങ്ങി വീട്ടിൻ്റെ മുറ്റത്ത്. അതൊന്ന് കളർഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവസാനം നോക്കിയപ്പം ഒരു രക്ഷയില്ല. അത്രയ്ക്ക് കളർഫുള്ളായിട്ടാണ് അമ്മ ആ ഒരു കോലത്തിനെ വീട്ടിന് മുന്നിലേക്ക് നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ് ഇവിടെ ഒരാൾ നാളെ ഓണക്കോടി ഇടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്, സാരി പ്ലീറ്റിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത്. കുറച്ച് ഇലയും പിന്നെ പൂക്കളത്തിനുള്ള പൂക്കളും മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ മാർക്കറ്റിലേക്ക് പോയി ഒന്ന് മേടിച്ചിട്ട് വന്നായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി കുറവായിരുന്നു മേടിച്ചിരുന്നത്. എന്തായാലും എന്തെന്ന റേറ്റൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മേടിച്ചായിരുന്നു. ഒരു 4-5 വെറൈറ്റീസ് ഉള്ള പൂക്കളായിരുന്നു ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ചുള്ള അത്തപ്പൂക്കളമായിരുന്നു ഞാൻ ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 12 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത്തപ്പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്തു. ചോക്ക് പീസ് കൊണ്ട് വരച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പൂക്കളം ഇടാൻ തുടങ്ങി. ഓൾമോസ്റ്റ് ഒരു 3 o'clock ആയപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നു.
അങ്ങനെ ആ തിരുവോണ ദിനത്തിൽ ഞങ്ങൾ ഓണക്കോടിയൊക്കെ ഇട്ട് അമ്പലത്തിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തു വീട്ടിൽ നിന്ന്. അങ്ങനെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മുരുകക്ഷേത്രത്തിലേക്കും പോയിട്ട് പത്മനാഭസ്വാമി ടെമ്പിളിലേക്കും പോയി തൊഴുതിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അവിടുത്തെ ആ ഓണപ്പൂക്കളവും കണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഓണപ്പൂക്കളം അവരവിടെ ഇട്ടിരുന്നത്. വലിയൊരു പത്മനാഭസ്വാമിയുടെ ഒരു പൂക്കളമായിരുന്നു അവിടെ അതിലേക്ക് ഞങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ആ ഒരു ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഉച്ചയാകുമ്പോൾ ആ ഓണസദ്യയ്ക്ക് വേണ്ടി നമ്മൾ റെഡി ആവുകയാണ്. ഓണസദ്യ കഴിക്കാൻ വേണ്ടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ആഷികയുടെ അമ്മയൊക്കെ. ഈ സദ്യയുടെ ക്രെഡിറ്റ്സ് ഫുള്ളും എൻ്റെ അമ്മയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. അത്രയ്ക്കുള്ള എല്ലാ ഐറ്റംസും ഈ സദ്യയ്ക്ക് വേണ്ടിയതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സദ്യ ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ട് ഒത്തുചേർന്ന് ആ സദ്യ കഴിച്ച് അങ്ങനെ ആ ഒരു ഓണാഘോഷം ഞങ്ങൾ ഈ വർഷത്തെ ഉഷാറാക്കി അങ്ങോട്ടേക്ക് അവസാനിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ആഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സിൻ്റെ വകയായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആഷി രാജേഷ് കപ്പിൾ വ്ളോഗ്സിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.